ഹലോ ഗായ്സ്, അപ്പോൾ ജസ്റ്റ് സഹോയിലേക്ക് എല്ലാവർക്കും വലിയ വെൽക്കം. അപ്പോൾ ഇന്നെന്താ പരിപാടി, നമുക്ക് റംബുട്ടാൻ വാങ്ങിച്ചാലോ. അങ്ങനെ ദേ റംബുട്ടാൻ, അവിടെ 2 ടൈപ്പ് റംബുട്ടാൻ ഉണ്ടായിരുന്നു. എനിക്ക് റംബുട്ടാൻ കുരുവോട് കഴിക്കാൻ പറഞ്ഞു, പക്ഷേ എനിക്കതവിടെ സൂചിച്ചില്ല. അതാണ് എൻ്റെ മുഖത്ത് വലിയ എക്സ്പ്രഷൻ ഒന്നും കാണാത്തത് ഗൈസ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് ബദാമിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു, പക്ഷേ നമുക്കങ്ങ് സൂചിച്ചില്ല. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഹെയറുള്ള ടൈപ്പ് ഉണ്ട്, ഹെയറില്ലാത്ത ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 2 റംബുട്ടാൻ പേരക്ക ഇതൊക്കെ വാങ്ങിച്ചായിരുന്നു. സോ അത് രണ്ടിൻ്റെ അകത്തൊന്നും ആ കുരുന്ന് ഇത് സെപ്പറേറ്റ് ചെയ്ത് വരും, അതാണ് എൻ്റെ ഹൈലൈറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ ഗൈസ്? ഇതാണ് നമ്മൾ തിരുവനന്തപുരം പോകുന്ന വഴി. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം പോകുന്ന ടൈമിൽ മറ്റേ ആ റോഡ് സൈഡിലൊരു ഗരുഡൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ മലയുടെ മേളിൽ. അപ്പോൾ അതെനിക്ക് ഒന്ന് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. അത് വീഡിയോ എടുക്കാനായിട്ടുള്ള ശ്രമമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അവിടെ എന്തോ ഇപ്പോൾ ആളെ കയറ്റുന്നില്ലെന്നോ വിസിറ്റേഴ്സ് അലൗഡ് അല്ലെന്നോ എന്തോ സംഭവം. അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ അവിടെ ഉപേക്ഷിച്ചു. പോകുന്ന വഴിക്ക് എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ കയറി പോകാമെന്നൊക്കെ കരുതിയിരുന്നത്, ബട്ട് നടന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ പറയണേ. പിന്നെ നമ്മൾ ട്രിവാൻഡ്രം പോയതിൻ്റെ മെയിൻ ഉദ്ദേശം ഈസ് അവർ ഹൗസ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടം, അവിടെ നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സോ ഹോപ്പ്ഫുള്ളി പെരവസ്ഥയിലില്ല, ഹൗസ് വാമിങ് നടത്താമെന്ന പ്രതീക്ഷയിലിരിക്കുന്നു. എപ്പം നടത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. അത്യാവശ്യം കുറച്ച് ഇയേഴ്സായി പണി തുടങ്ങിയിട്ട്. ബട്ട് അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ നമ്മൾ ഫുഡ് കഴിക്കണം. ഉച്ചയ്ക്ക് നമ്മൾ ട്രിവാൻഡ്രം നമ്മുടെ കാലിക്കട്ട് പാരഗൺ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ എവിടെ പോയാലും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞെത്തുന്ന പാരഗണില്ല. അപ്പോൾ അവിടെ ഫൈസൽ കുറേ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു, ബട്ട് നമ്മൾ ലാസ്റ്റ് അടിഞ്ഞത് പാരഗണില്ല. അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണീസ് ആട്ടോ. ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി. ഫസിൽ ഊണ് കഴിക്കണം എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്ത് ഗീ റൈസിലോട്ട് തട്ടിച്ചു. അപ്പോൾ ഗീ റൈസ്, ബീഫ് കറി, പിന്നെ ചിക്കൻ 65, പ്രോൺസ്, കോക്കനട്ട് ഫ്രൈ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ സൂപ്പ് ആദ്യം കുടിക്കണമെന്ന് കരുതി, പക്ഷേ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് സംഭവം സൂപ്പ് വന്നത്. അത് ഞങ്ങൾ ലേറ്റായിട്ടോ ഓർഡർ ചെയ്തത്, അല്ലെങ്കിൽ അത് കറക്റ്റ് ഓർഡറിൽ വരുന്നത്. പിന്നെ ഇരുന്നപ്പോഴത്തേക്കാണ് സൂപ്പ് കഴിച്ചിട്ട് കുറേ ആയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളവിടെ എത്തി. സൂപ്പും കൊണ്ടുവന്നു. ബട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ എത്തിയത് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അതിൻ്റെ ഒരു ഏരിയയിലെത്തി. എന്തായാലും ട്രിവാൻഡ്രം പോയതല്ലേ, സോ അവിടെയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് കരുതി. അവിടെ ഇങ്ങനെ എന്താ പറയുക, വളരെ ശാന്തമായൊരു സ്ഥലം, അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. എന്താ അവിടുത്തെ ടൈമിങ് കാര്യങ്ങൾ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് കാണാമല്ലോ എന്ന് കരുതി ഞങ്ങൾ പോയി. ഇതൊക്കെയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. എനിക്കൊന്ന് എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് എന്തോ നടക്കുന്നുണ്ടായിരുന്നു, എന്തോ റിനോവേഷനോ സംതിങ്, അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇതാണ് നമ്മൾ മെയിൻ ഉദ്ദേശം ഗൈസ്. അവിടെ പോയതിൻ്റെ ഉദ്ദേശം ഇതാണ്. മഹാബോളി, അവിടെ പോയിട്ട് ബോളി ആൻഡ് പാൽപ്പായസം അത് മാത്രം വാങ്ങിച്ച കാര്യമുണ്ടോ? ചില്ലംകൂട്ടിൽ നിന്ന് ഓരോന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക നമ്മളെ നോക്കി. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ ഷുഗർ കട്ട് ചെയ്യും ഗൈസ്. അതുകൊണ്ട് ക്യാരറ്റ് ഹൽവയും വാങ്ങിച്ചു, ബോളി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് ആ കടേനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ഈ കടയാട്ടോ. ഒന്ന് നോക്കിക്ക് എൻ്റെ പൊന്നെ, എന്തോരം വെറൈറ്റി സാധനങ്ങളാണെന്നറിയാം. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന മാംഗോ ഹൽവ അത് കഴിച്ച് ചേട്ടൻ പറഞ്ഞു, ഒരെണ്ണം നിങ്ങൾ കഴിച്ച് നോക്ക്, ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ അമ്പോ പൊള്ളി സാധനം തന്നെ, പൊള്ളി സാധനം. എനിക്ക് കണ്ടിട്ടെല്ലാം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ നോക്കിക്കുക ഗൈസ്. ഇതൊക്കെ എല്ലാം നമ്മുടെ വെളിച്ചെണ്ണയിൽ പൊരിച്ചതാട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് അവിടുന്ന് കഴിക്കാൻ നമുക്ക് കാറൊന്നും ഇടാൻ സ്ഥലമില്ലായിരുന്നു. സോ ഞങ്ങൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ നിർത്തിയിട്ട് നമ്മുടെ ബോളി ആൻഡ് പാൽപ്പായസം, എൻ്റെ പൊന്നെ ചൂടായിരുന്നു, ചൂട് പാൽപ്പായസമായിരുന്നു കേട്ടോ. സോ ഞങ്ങൾ ഇനി അത് വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ആലപ്പുഴ വരെ എത്തുമ്പോൾ നമുക്ക് ടെൻഷനായിരിക്കും, ഇതെങ്ങാനും ചീത്തയായാലോ ചൂട് പോയാലോ. അതുകൊണ്ട് നമ്മൾ ഒന്നും നോക്കിയില്ല, റോഡ് സൈഡിൽ നിന്ന് തന്നെ നമ്മളത് കഴിച്ചാൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചൊരു ഇച്ചിരിയെങ്കിലും കഴിച്ചാൽ നമുക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്കും ചായ കുടിക്കാൻ പി പഠിച്ചു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറി. നമ്മൾ കയറിക്കഴിഞ്ഞത് ഒരു മഴ. ഇത് നോക്കിയേ, ആ മഴയത്ത് ഈ കടികളെല്ലാം കൂടി കാണുമ്പോഴത്തേക്ക് ഓ ഗോഡ്. പിന്നെ അത് നമ്മൾ വാങ്ങിച്ചത് ഒരു കാടമുട്ട. പക്ഷേ ഇത് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. കാടമുട്ട കഴിച്ചിട്ടുണ്ട്, ഈ അരപ്പിലിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ഗ്രേവി. പിന്നെ ദേ മഴ, ഭയങ്കര മഴ. അതുവരെ മഴയൊന്നും ഇല്ലായിരുന്നു, നമ്മൾ കയറിയപ്പോഴത്തേക്ക് ഭയങ്കര മഴ. അങ്ങനെ ഞങ്ങൾ ചായ, കോഫി, ഞാൻ പേഴ്സണലി കോഫി ലവറാണ്. എനിക്ക് ചായേനെ കാട്ടി ഇഷ്ടം എനിക്ക് കോഫി നല്ല കടുപ്പത്തിൽ പറഞ്ഞാൽ സെറ്റ്.
അപ്പം മഴയും വൈബും പിന്നെ നമ്മൾ കഴിച്ചത് ഏലാഞ്ചി. ഞാൻ ആ സാധനം ഞാനങ്ങനെ കഴിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സോ നോട്ട് ബാഡ്, എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. പിന്നെ എനിക്ക് അവിടുത്തെ ഇഷ്ടപ്പെട്ടത് ആ കാടമുട്ട ആണ് കൂടുതൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. ഞാനിവിടെ ആദ്യമായിട്ടാട്ടോ പോകുന്നത്. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം പോയിന് തിരിച്ച് വന്നതിന് പണിയൊന്നും എടുക്കാൻ മേല. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ഗ്രിൽ ആൻഡ് ചില്ലിൽ കയറി നമ്മൾ ഷവർമ ഓർഡർ ചെയ്തു. അങ്ങനെ ഷവർമ വീട്ടിൽ കൊണ്ടുവന്നു കഴിച്ചു. അന്നത്തെ ദിവസം നമ്മൾ തീർത്തു ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്